പരിശുദ്ധ ബാവ തിരുമേനി ആ എക്സിക്യൂഷൻ പെറ്റീഷൻ എന്തിനാണ് തള്ളിച്ചത്? യാക്കോബായ വിഭാഗത്തെ സഹായിക്കാനായിരുന്നോ? കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സഭാ കേസുമായി ബന്ധപ്പെട്ട് നടന്ന നാടകങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും. കോടതിയിലെ നടപടികൾക്കും അപ്പുറം മലങ്കര സഭയിലെ ഓരോ വിശ്വാസികളെയും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം കൂടി പങ്കുവയ്ക്കുന്നു. 2002 നടന്ന പരുമല അസോസിയേഷന് ശേഷമാണ് 1064 പള്ളികൾ മലങ്കര സഭയുടേതായി ലിസ്റ്റ് ചെയ്തത്. അതിന് കാരണമായ 1995 വിധി മലങ്കരയിൽ മൊത്തം നടപ്പാക്കൂ എന്ന ലക്ഷ്യത്തോടെ ജസ്റ്റിസ് ജോൺ മാത്യു എന്ന സമുദായ സ്നേഹി എറണാകുളം മുൻസിഫ് കോടതിയിൽ 1064 പള്ളികളെ ലിസ്റ്റ് ചെയ്ത് ഒരു വിധി നടത്തിപ്പ് ഹർജി, അതായത് എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. ദിദിമോസ് ഭാവയുടെ അനുവാദത്തോടെ അന്നത്തെ കാലത്ത് സ്വന്തം പോക്കറ്റിൽ നിന്നും 40,000 രൂപയോളം ചെലവാക്കിയാണ് ജോൺ മാത്യു ഇത് കോടതിയിൽ ഫയൽ ചെയ്തത്. മാത്യൂസ് മാർ സെവേറിയോസ് മെത്രാച്ചൻ ഇതിന് ആവശ്യമില്ലെന്ന് പറഞ്ഞ് അന്ന് എതിർത്തിരുന്നു. സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയില്ല എന്ന കാരണം പറഞ്ഞ് ഈ വിധി നടത്തിപ്പ് കേസ് ഉഴപ്പി. സഭയിൽ നിന്നും ഇതിന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടാഞ്ഞതിനാൽ ജോൺ മാത്യുവും സഭയിലെ ചില പ്രമുഖരുമാണ് ഈ കേസിൻ്റെ നടത്തിപ്പു ചെലവുകൾ നടത്തിയത്. ചില വർഷങ്ങൾ മുന്നോട്ട് പോയി. സഭ ഈ കേസ് ഏറ്റെടുത്തില്ല. സുപ്രീം കോടതിയിൽ കേസുള്ളതുകൊണ്ട് എക്സിക്യൂഷൻ പെറ്റീഷന് പുറകെ പോകണ്ട എന്നായിരുന്നു സഭയുടെ നിലപാട്. 2017 ജൂലൈയിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നപ്പോഴും ജോൺ മാത്യു പറഞ്ഞു, ഈ വിധി മാത്രം പോരാ, എക്സിക്യൂഷൻ നടപടി പ്രകാരമോ പള്ളികളിൽ വിധി നടത്തിയെടുക്കാൻ കഴിയൂ എന്ന്. അത് കേൾക്കാൻ സവേറിയസ് തിരുമേനിയും കൂട്ടരും തയ്യാറായില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഒരിക്കൽ നേരിട്ട് പരിഹസിക്കുകയും ചെയ്തു. ഏകദേശം 1 വർഷമാകുന്നതേ ഉള്ളൂ ജോൺ മാത്യു മരിച്ചിട്ട്. തീർത്തും അവശനായി കിടന്നപ്പോൾ ബാവ തിരുമേനിയെ കാണണമെന്നാവശ്യപ്പെട്ട് അങ്ങനെ വീട്ടിൽ ചെന്ന ബാവയോട് ജോൺ മാത്യു പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്: വിധി നടത്തിപ്പ് പെറ്റീഷൻ തുടരണമെന്ന്, കോടതിയിൽ നിന്നും ഉത്തരവാക്കി വാങ്ങണമെന്ന്. ഇത് അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം പോലെ പറഞ്ഞതാണ്. തൻ്റെ കാഴ്ചപ്പാടിനും കഷ്ടപ്പാടിനും ഒരു ഫലമുണ്ടാവണമെന്ന് ജോൺ മാത്യു ആഗ്രഹിച്ചെങ്കിലും അത് പതിച്ചത് ബധിരകർണങ്ങളിലായിപ്പോയി. ആരും കേസ് നടത്താനില്ലാതെ സഭയ്ക്ക് വേണ്ടി ജോൺ മാത്യു തുടങ്ങിവെച്ച വിധി നടത്തിപ്പ് പെറ്റീഷൻ തള്ളിപ്പോയി. സഭയിൽ നിന്നോ ആവശ്യമായ രേഖകൾ കോടതിയിൽ എത്തിച്ചില്ല. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നു, ഇപ്പോൾ ഓൺലൈൻ ഡെലിവറി എന്ന പോലെയാണ്. ഏറ്റവും നിരുത്തരവാദപരമായി പെരുമാറിയ അതേ വ്യക്തി ഇന്ന് തനിക്ക് പറ്റിയ അബദ്ധം ഓർത്ത് വിഷമിക്കുകയാണ്. കാരണം ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ തള്ളി. വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധിമാനായ ജോൺ മാത്യു തുടങ്ങിവെച്ച വിധി നടത്തിപ്പ് തൻ്റെ തന്നെ അവിവേകം കൊണ്ട് ഏതാനും മാസം മുൻപേ തള്ളിപ്പോയി. ഈ അവസ്ഥയിൽ സഭയെ കൊണ്ടെത്തിച്ച മാത്യൂസ് തൃതീയൻ ഭാവയോട് ചോദിക്കാനുള്ളത്, അങ്ങ് യാക്കോബായ വിഭാഗത്തെ ഇത്ര അതിരുകടന്ന് സഹായിക്കുന്നതിൻ്റെയും താൻ തന്നെ തലവനായിരിക്കുന്ന സ്വന്തം സഭയെ ദ്രോഹിക്കുന്നതിൻ്റെയും കാരണം എന്താണെന്നാണ്.